നമുക്ക് കുറച്ച് എറർ ഫ്രീ ആയിട്ടുള്ള ട്രാൻസ്മിഷൻ ഒക്കെ വേണമെങ്കിൽ നമ്മൾ കൊഹറന്റ് ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യണം. പക്ഷെ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കോംപ്ലക്സ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും വേണ്ട, സിമ്പിൾ ആയിട്ടുള്ള സിസ്റ്റമാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്ക് നോൺ കൊഹറന്റ് ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന രണ്ട് സ്കീമും, അതായത് BPS സ്കീം, QPS സ്കീം എന്ന് പറയുന്നത് കൊഹറന്റ് ഡിജിറ്റൽ മോഡുലേഷൻ ടെക്നിക്സ് ആണ്. ഫസ്റ്റ് വൺ ഇസ് കൊഹറന്റ് ബൈനറി ഫേസ് ഷിഫ്റ്റ് സ്കീം. ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. നമ്മൾ സിഗ്നൽ നമ്മൾ SFT എന്നാണ് ഡിനോട്ട് നോട്ടും കൂടെ കാണിച്ച് പറയാം, അപ്പം മനസ്സിലാവും. കാണാൻ പറ്റുന്നുണ്ടോ? നോട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ നോട്ട്? ഹരിലക്ഷ്മി ഉണ്ടോ? ഹരിലക്ഷ്മി ഒന്നുമല്ല, ഹരിലക്ഷ്മി ജോയിൻ ചെയ്തോ? നോട്ട് കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റും. ഞാൻ അയച്ച വീഡിയോസ് ഒക്കെ കണ്ടായിരുന്നോ? അതിനകത്ത് ഒന്നും കൂടെ ഞാൻ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യുവാണ്. ഞാൻ ക്വസ്റ്റ്യൻസ് വയ്ക്കും കേട്ടോ ഇടയ്ക്ക്. അപ്പോൾ ഇതാണ് BPS കെ. BPS കെക്കകത്ത് നമ്മൾ എന്താ ചെയ്യുന്നത്? നമ്മൾ ആദ്യമേ ഒരു സിമ്പിൾ ട്രാൻസ്മിറ്റ് ചെയ്യും. അത് നമ്മൾ ബൈനറി സിമ്പിൾസ് ആണ്, സീറോസും വൺസും ആണ്. ഗ്രൂപ്പ് ഓഫ് സീറോസും വൺസും കാണും. ഒരെണ്ണം ട്രാൻസ്മിറ്റ് ചെയ്യും. ആ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 1 ആണെങ്കിൽ ഒരു ഫേസ്, 0 ആണെങ്കിൽ വേറൊരു ഫേസ്. അങ്ങനെയാണ് നമ്മൾ മോഡുലേറ്റ് ചെയ്യുന്നത്, അല്ലേ BPS കെക്കകത്ത്. അപ്പൊ അങ്ങനെ നമ്മളൊരു സിഗ്നൽ കൺസിഡർ ചെയ്യണം. ഇപ്പം ഇതാണ് നമ്മളുടെ കരിയർ. SFT = A cos 2π FCT. കോസ് ഫംഗ്ഷൻ, കൊസൈൻ സിഗ്നലാണ് നമ്മളെ കരിയർ എന്ന് വിചാരിച്ചോ. A എന്ന് പറയുന്നത് നമ്മുടെ മാക്സിമം ആംപ്ലിറ്റ്യൂഡ് ആണ്, FC എന്ന് പറയുന്നത് നമ്മളുടെ ഫ്രീക്വൻസി ആണ്. ഓക്കെ, ഈ A എന്ന് പറയുന്നത് റൂട്ട് ഓഫ് ഇങ്ങനെ P = ½ A² ആണ്. അപ്പൊ നമുക്ക് എയുടെ വാല്യൂ √2EB/TB എന്ന് കിട്ടും. EB എന്ന് പറഞ്ഞാൽ നമ്മളുടെ സിഗ്നൽ, ട്രാൻസ്മിറ്റ് ചെയ്ത സിഗ്നലിന്റെ എനർജിയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മൾ നേരത്തെ നമ്മളുടെ കരിയറിന് പകരം നമുക്ക് ഇങ്ങനെ എഴുതാം. ഓക്കെ, √2EB/TB cos 2π FCT എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ മോഡുലേറ്റ് ചെയ്യുവാണ്. എങ്ങനെയാണ് മോഡുലേറ്റ് ചെയ്യുന്നത്? മോഡുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 0 ആണ് നമുക്ക് സെൻഡ് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ്, ഒരു ഫേസിൽ സെൻഡ് ചെയ്യും. 1 ആണ് സെൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ 180 ഡിഗ്രി ഫേസ് ചേഞ്ച് കൊടുത്ത് ആ കരിയറിന് 180 ഡിഗ്രി ഫേസ് ചേഞ്ച് കൊടുക്കും. അപ്പൊ ഇതാണ് നമ്മളുടെ കരിയർ. S1 = √2EB/TB × cos 2π FCT എന്ന് പറയുന്ന സംഭവമാണ് നമ്മുടെ കരിയർ എന്ന് വിചാരിച്ചോ. ഇപ്പം നമ്മൾ 0 ട്രാൻസ്മിറ്റ് ചെയ്യുന്നു, അതായത് 0 1 എന്ന് പറഞ്ഞാണ് വരുന്നത്. നമ്മൾ 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു കരിയറിനും ഇതേ കണക്ക് തന്നെ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി നമ്മൾ 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഫേസ് ചേഞ്ച് ഒരു 180 ഡിഗ്രി മാറ്റും. കണ്ടോ, കോസിനെ ഒരു 180 ഡിഗ്രി ഫേസ് ചേഞ്ച് അപ്ലൈ ചെയ്യും. ഓക്കെ, ഇവിടെ നമ്മൾ 0 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കരിയർ എങ്ങനെയാണോ അങ്ങനെ തന്നെ ട്രാൻസ്മിറ്റ് ചെയ്യും. പക്ഷേ നമുക്കിപ്പോൾ 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മളൊരു ഫേസ് ചേഞ്ച് കോസ് 2π FCT പ്ലസ് പൈ എന്ന് പറയുന്നൊരു കോസ് ചേഞ്ച് നമ്മൾ ആ കരിയറിന് കൊടുക്കും. അതാണ് ഈ കാണിച്ചേക്കുന്നത്. ഇപ്പോൾ കോസ് 2π FCT പ്ലസ് 180 എന്ന് പറയുന്നത് പ്ലസ് പൈ എന്ന് പറഞ്ഞാൽ മൈനസ് കോസ് പൈ ആണ്, അല്ലേ? ഓക്കെ, ഇപ്പോൾ കോസ് തീറ്റ പ്ലസ് പൈ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റയാണ്, മൈനസ് കോസ് തീറ്റയാണ്. അപ്പൊ എന്താണ് S2 എന്ന് പറഞ്ഞാൽ -√2EB/TB cos 2π FCT എന്ന് കിട്ടും. അപ്പൊ നമുക്ക് ജനറലൈസ് ചെയ്ത് എങ്ങനെ എഴുതാൻ പറ്റും? ഈ മൈനസിനും പ്ലസിനും പകരം നമുക്ക് BFT എന്ന് എഴുതാം. BFT +1 ആവും എപ്പോഴാണ്, സോറി ഞാൻ നേരത്തെ പറഞ്ഞ തിരിച്ചാണ്. BFT +1 ആവുന്ന എപ്പോഴാണ്? ബൈനറി 1 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ. -1 ആവുന്ന എങ്ങനെയാണ്? ബൈനറി 0 ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ. ഇതെങ്ങനെ വേണമെങ്കിലും ആകാം, നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സിസ്റ്റം അനുസരിച്ചിരിക്കും. നമുക്ക് വേണമെങ്കിൽ +1 അല്ലെങ്കിൽ BFT +1 ആകുമ്പോൾ ബൈനറി 0 ട്രാൻസ്മിറ്റ് ചെയ്യാം, അങ്ങനെയും ചെയ്യാം. അങ്ങനെ സിസ്റ്റം ഡിസൈൻ ചെയ്താൽ മതി. ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ബൈനറി 1 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുമെങ്കിൽ നമ്മൾ SFT അതേ കണക്ക് നമ്മളെ കരിയർ എന്താണോ അത് തന്നെ ആയിരിക്കും. പക്ഷെ നമ്മൾ 0 ആണ് ട്രാൻസ്മിറ്റ് ചെയ്യുമെങ്കിൽ കരിയറിന് ഒരു 180 ഡിഗ്രി ഫേസ് ചേഞ്ച് ഉണ്ടാവും. അതാണ് ഈ കാണിച്ചേക്കുന്നത്. ഈ 180 ഡിഗ്രി ഫേസ് ചേഞ്ച് വരുമ്പോൾ നെഗറ്റീവ് സൈൻ വരും. ഓക്കെ, അതാണ് നമ്മളുടെ ഒരു BPSKയുടെ ജനറലൈസ്ഡ് ഇക്വേഷൻ എന്ന് പറയുന്നത്. SFT = BFT × √2EB/TB cos 2π FCT. ഓക്കെ, EB എന്ന് പറഞ്ഞാൽ സിഗ്നൽ, ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നലിന്റെ എനർജിയാണ്. T എന്ന് പറഞ്ഞാൽ ടൈം ഡ്യൂറേഷൻ ആണ്. FC എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫ്രീക്വൻസിയാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഒരു ജനറലൈസ്ഡ് BPSKയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് എന്താണ് അതിന്റെ വേവ് ഫോം ഇങ്ങനെയാണ്. അതായത് 1 ആകുമ്പോൾ നമുക്ക് ഒരു ഫേസ് ആണ്, 0 പോകുമ്പോൾ ആ ഫേസ് ഒരു 180 ഡിഗ്രി ചേഞ്ച് ചെയ്ത് അടുത്തത് വരും. പിന്നെ 1 പോകുമ്പോൾ പിന്നെ ഫേസ് ചേഞ്ച് വരും. ഇതാണ് നമ്മളുടെ BPSK എന്ന് പറയുന്നത്. ഓക്കെ,
ഇനി BPSKയുടെ ഒരു സിഗ്നൽ സ്പേസ് ഡയഗ്രാം, അതായത് ഈ സിഗ്നൽ സ്പേസ് ഡയഗ്രാം അല്ലെങ്കിൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഏതൊക്കെ പോയിന്റിലാണ്, അതായത് നമ്മളുടെ ഒരു ആക്സസ് എടുക്കുവാണെങ്കിൽ ഏതൊക്കെ പോയിന്റിലാണ് ഇതിന്റെ സിഗ്നൽ ഉള്ളത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഡയഗ്രാമാണ് സിഗ്നൽ സ്പേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ ആ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്, ജസ്റ്റ് അങ്ങനെ നോക്കിയാൽ മതി കേട്ടോ ഇതിൻ്റെയൊക്കെ കാര്യം. അപ്പം അതിന്റെ സിഗ്നൽ സ്പേസ് ഡയഗ്രാം വരച്ചേക്കുന്നത് ഇങ്ങനെയാണ് BPSKയുടെ സിഗ്നൽ സ്പേസ് ഡയഗ്രാം. ഈ 2 പോയിന്റിലായിരിക്കും നമുക്ക് BPSKയുടെ സിഗ്നൽസ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഈ 2 പോയിന്റിലായിരിക്കും. ഓക്കെ, ഇപ്പം നമ്മൾ നോയ്സ് ഒന്നുമില്ല, നമ്മളുടെ BPSK സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നോയ്സ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ ഈ 2 പോയിന്റിലായിരിക്കും നമുക്ക് ആ സിഗ്നൽ കിട്ടുന്നത്. ഓക്കെ, ഈ യൂണിറ്റ് എനർജി ഈ √EB എന്ന് പറഞ്ഞാൽ -+√EBയിലും -√EBയിലും ഇതൊക്കെ ആ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. പിന്നെ ഇപ്പം നമ്മളിപ്പം ഇതാണ് നമ്മളുടെ ഇക്വേഷൻ എന്ന് വിചാരിച്ചോ, SFT is equals to BFT into ആണ് ഈക്വൽ ടു അല്ല VFT into root of 2p cos 2pi fct അല്ലെങ്കിൽ EB/TB into cos 2pi fct. അതിന് വരെ നമ്മൾ ഇങ്ങനെ എഴുതുകയാണ്, SFT ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്യുകയാണ്. അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും SFT is equals to √EB into phi1 ഈ phi1 എന്ന് പറഞ്ഞാൽ അതായത് √2πTB cos 2pi fct പകരം നമ്മൾ phi1 എന്ന് കൊടുക്കുകയാണ്. അസംഷൻ ആണ് phi1 എന്ന് പറയുന്നത്. ഈ ഒരു സംഭവം എന്ന് പറയുന്നത് √2/TB cos 2pi fct നമ്മൾ പറയുന്നത് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ എന്നാണ്. അത് നിങ്ങൾ അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും നിങ്ങൾക്ക് പഠിക്കണ്ട, ജസ്റ്റ് നിങ്ങൾ ഇങ്ങനെ ഇവിടെ ഒരു അസംഷൻ നടത്തുന്നുണ്ട്. phi1 is equals to √2/TB cos 2pi fct. ഇതൊരു അസംഷൻ ആണ്. ഈ ഒരു സിഗ്നൽ അല്ലെങ്കിൽ ഈ ഒരു phi1 പറയുന്നത് √2/TB cos 2pi fct പറയുന്നത് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ എന്നാണ്. ഓക്കെ, ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ എന്താണ്, ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. സിഗ്നൽസ് ഒക്കെ പഠിച്ചിട്ടുള്ളവർ പഠിച്ചാണ്. ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് അതായത് ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാണ്, ഇതിന്റെ എനർജിയെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഈ ഒരു സിഗ്നലിന്റെ എനർജി ഇന്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ, അതായത് ഇന്റഗ്രൽ phi1 dt എന്ന് പറയുന്നത് നമ്മൾ എനർജിയെ ഇന്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ 1 ആയിരിക്കും അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓർത്തോനോർമൽ ഫംഗ്ഷന്റെ എനർജിയെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ ആൻസർ എന്ന് പറയുന്നത് 1 ആയിരിക്കും. ഓക്കെ, അതിനെയാണ് ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇവിടെ phi1 നമ്മൾ ഓർത്തോനോർമൽ ബേസിസ് ഫംഗ്ഷൻ ആയിട്ട് അസ്യൂം ചെയ്യും, ബേസിസ് ഫംഗ്ഷൻ ആണ്. നമ്മൾ ഈ ഇക്വേഷൻ അത് ഈ ഒരു √2/TB cos 2pi fct പകരം phi1 എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇത് വെച്ചാണ്, ഇത് വെച്ച് 2 ആക്സിസിലാണ് ഉള്ളത്. √EB എന്ന് പറയുന്നത് phi1 വരുവാണെങ്കിൽ √EB എന്ന് പറയുന്നത് +√EB, BFT +1 -1 ആണ്. സോ +√EBയിലും -√EBയിലുമാണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ആക്സിസ് മാത്രമേ ഉള്ളൂ. സാധാരണ കോൺസ്റ്റലേഷൻ ഡയഗ്രാം വരയ്ക്കുമ്പം ഒരു X ആക്സിസും കാണും, അതേ കണക്ക് തന്നെ Y ആക്സിസും കാണും. പക്ഷെ ഇവിടെ ഒരു കമ്പോണന്റ് മാത്രമേ ഉള്ളൂ, phi1 അല്ലെങ്കിൽ cos 2pi fct എന്ന് പറഞ്ഞ ഒരു കമ്പോണന്റ് മാത്രമേ ഉള്ളൂ. സോ ആ ഒരു X ആക്സിസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, X ആക്സിസ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഇവിടെ +√EBയിലും -√EBയിലും ആയിരിക്കും ആ സിഗ്നൽസ് വരുന്നത്, ആ സിമ്പിൾസ് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ BPSK. ഇതൊക്കെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഒന്നും കൂടെ കേട്ടാൽ മതി. ഓക്കെ, ഇതാണ് BPSKയുടെ കോൺസ്റ്റലേഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ BPSKയുടെ ബ്ലോക്ക് ഡയഗ്രാം ആണ്. ഇതാണ് BPSKയുടെ ബ്ലോക്ക് ഡയഗ്രാം. അപ്പൊ ആദ്യമേ നമുക്ക് എന്താണ്, നമ്മൾ ഡിജിറ്റൽ ഡേറ്റ, നമുക്ക് എന്ത് ഡേറ്റ ആണോ കൊടുക്കേണ്ടത് അത് എഴുതണം കേട്ടോ. ഏത് ഡേറ്റ് ആണോ കൊടുക്കേണ്ടത് ആ ഡേറ്റ് നമ്മൾ ഇൻപുട്ടിൽ കൊടുക്കുവാണ്. ഇൻപുട്ടിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ആദ്യമേ ഉള്ളതെന്ന് പറഞ്ഞാൽ പോളാർ നോൺ റിട്ടേൺ ടു സീറോ ലെവൽ എൻകോഡർ ആണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പോളാർ നോൺ റിട്ടേൺ ടു സീറോ എൻകോഡർ എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഡിജിറ്റൽ ഡേറ്റ എന്ന് പറയുന്നത് 0സും 1സും ആണ്. അപ്പം 1 വരുമ്പോൾ ഒരു ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു പൾസ് വരും, 0 വരുമ്പോൾ 0ലോട്ടാണ് പോകേണ്ടത് അല്ലേ. നമ്മൾ നേരത്തെ ഈ ഡയഗ്രാം 1 വരുമ്പോൾ +1ലോട്ട് വരും, 0 വരുമ്പോൾ 0ലോട്ടാണ് സാധാരണ പോകുന്നത്. അപ്പൊ അതിനെ ഇങ്ങനെ ഒരു വേവ് ഫോം ആക്കാൻ വേണ്ടി, അല്ലാതെ അതായത് 1 വരുമ്പോൾ +1ലോട്ട് പോകണം, 0 വരുമ്പോൾ -1ലോട്ട് പോകണം, അങ്ങനെ ഒരു സിഗ്നൽ ആക്കാൻ വേണ്ടിയാണ് നമ്മൾ എന്താണ് ഇവിടെ ഒരു പോളാർ NRZ എൻകോഡറിലോട്ട് കൊടുക്കുന്നത്. ആ 0സും 1സും ബൈനറി ഡേറ്റയെ ഒരു പോളാർ ഒരു വേവിലോട്ടാണ് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി, +1ഉം -1ഉം ഉള്ളൊരു വേവിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഇവിടെ ഒരു പോളാർ നോൺ റിട്ടേൺ ടു സീറോ ലെവൽ എൻകോഡറിലോട്ട് കൊടുക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താണ് ചെയ്യുന്നത്, ഒരു മോഡുലേറ്ററിൽ കൊടുക്കും, ഈ മോഡുലേറ്ററിൽ ഒരു കരിയറും കൊടുക്കും. ഓക്കെ, ഇതിവിടെ മോഡുലേഷൻ നടക്കും. അതായത് 0 വരുമ്പോഴെല്ലാം 1 വരുമ്പോഴൊക്കെ ഒറിജിനൽ സ്കെയർ തന്നെ ആയിരിക്കും, 0 വരുമ്പോൾ 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് ചെയ്ത് നമുക്ക് കരിയർ കിട്ടും. അതാണ് നമ്മുടെ BPSK ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, SFT എന്ന് പറഞ്ഞാൽ BFT ഇൻറ്റു
നമ്മൾ നേരത്തെ പഠിച്ചത് ബി ഓഫ് ടി ഇൻറ്റു റൂട്ട് ഓഫ് ടു ഇ ബി ബൈ ടി ബി ഇൻറ്റു കോസ് 2π FCT അങ്ങനെ നമുക്ക് വരും. ഓക്കെ, അതാണ് ഇവിടെ കിട്ടാൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആ ബൈനറി ഡേറ്റ ആയ ഒരു വേവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയാണ് ഈ എൻകോഡർ യൂസ് ചെയ്യുന്നത്. വേവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തതിന് ശേഷം നമ്മളൊരു കരിയർ വെച്ച് ജനറേറ്റ് ചെയ്യും. ജനറേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് കിട്ടുന്നതാണ് BPSK, ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ്ങിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഫസ്റ്റ്. എന്നിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. ഇനി റിസീവർ സൈഡിൽ എന്താണ്? റിസീവർ സൈഡിൽ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ റിസീവർ സൈഡിൽ നമ്മൾ എടുക്കും ആ കരിയർ, നമ്മൾ ഏത് കരിയർ യൂസ് ചെയ്താണോ ട്രാൻസ്മിറ്റ് ചെയ്ത് ആ സെയിം കരിയർ തന്നെ നമ്മൾ ഇവിടെ യൂസ് ചെയ്യും. 5/1 ആ കരിയർ യൂസ് ചെയ്യും. ആ കരിയർ യൂസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? ഒരു കോറിലേറ്ററിലോട്ട് കൊടുക്കും. അതായത് ഇന്റഗ്രേറ്റ് ചെയ്യുന്ന ഒരു കോറിലേറ്ററിലോട്ട് കൊടുക്കും. ഈ കോറിലേറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കൺവല്യൂഷൻ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. അതായത് നമ്മുടെ ഡീമോഡുലേഷന്റെ ഓപ്പോസിറ്റ് പ്രോസസ്സ് ഈ കോറിലേറ്ററിൽ നടക്കും. അല്ല, മോഡുലേഷന്റെ ഓപ്പോസിറ്റ് പ്രോസസ്സ് ഈ കോറിലേറ്ററിൽ നടക്കും. അതിനുശേഷം അതിന്റെ ഔട്ട്പുട്ടിൽ ഡിസിഷൻ ഡിവൈസിൽ കൊടുക്കും. ഇവിടെ ഒരു ത്രെഷോൾഡ് ഉണ്ട്, 0 ആണ് ത്രെഷോൾഡ്. നമുക്ക് ഈ കിട്ടുന്ന വാല്യൂ 0-ന് മുകളിലാണെങ്കിൽ, അതായത് 0.5 അല്ലെങ്കിൽ 0.9 അങ്ങനെയുള്ള വാല്യൂസ് ആണെങ്കിൽ അതിനെ 1 ആയിട്ട് ചൂസ് ചെയ്യും. ബൈനറി ഡേറ്റ 1 ആയിട്ട് ചൂസ് ചെയ്യും. 0-ന് താഴെയുള്ള വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മൈനസ് വാല്യൂസ് ആണ് നമുക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അതിനെ 0 ആയിട്ട് ചൂസ് ചെയ്യും. ഓക്കെ, ഇവിടെ നമുക്ക് കിട്ടുന്ന വാല്യൂ ഒരു 1.2 എന്നാണെങ്കിൽ അതിനെ 1 ആയിട്ട് ചൂസ് ചെയ്യും. നമുക്ക് കിട്ടുന്ന വാല്യൂ ഒരു -0.5 ഒക്കെ ആണെങ്കിൽ അതിനെ 0 ആയിട്ട് ചൂസ് ചെയ്യും. അപ്പൊ ഈ 1 ആയിട്ട് കിട്ടുന്നതൊക്കെ 1 ആയിട്ട് കൊടുക്കും, 0 ആയിട്ട് കിട്ടുന്നതൊക്കെ 0 ആയിട്ട് കൊടുക്കും. അപ്പൊ പിന്നെ നമുക്ക് എന്ത് കിട്ടും? ഒരു ബൈനറി സീക്വൻസ് തന്നെ കിട്ടും. ഓക്കെ, ഇതാണ് നമ്മളുടെ റിസീവർ എന്ന് പറയുന്നത്. അപ്പോൾ BPSK ട്രാൻസ്മിറ്ററും ഉണ്ട്, അതേ കണക്ക് തന്നെ BPSKയുടെ റിസീവറും ഉണ്ട്. ഇത് നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാക്കാൻ വേണ്ടി നമുക്കൊരു പ്രോഗ്രാം ഞാൻ കാണിച്ചു തരാം. മാറ്റ്ലാബിൽ നമുക്കിത് ചെയ്യാം. അതായത് ഇപ്പൊ ഇതാണ് ഒരു മാറ്റ്ലാബ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇതൊക്കെ സിമുലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് മാറ്റ്ലാബ് എന്ന് പറഞ്ഞാൽ, മാത്തമാറ്റിക്കൽ സിമുലേറ്റർ. നിങ്ങൾ ചെയ്യുന്നിട്ടോന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, കുറച്ച് CSRക്കൊക്കെ അറിയായിരിക്കും. ഓക്കെ, ഇതിനകത്ത് നമ്മൾ ആദ്യം എന്താണ്, നമ്മൾ ഒരു ഇൻപുട്ട് കൊടുക്കുകയാണ്. ഇതാണ് നമ്മളുടെ ഡേറ്റ, ഇതാണ് നമ്മൾ ഡേറ്റ ഇൻപുട്ട് കൊടുക്കാൻ പോകുന്നത്. നമുക്ക് ഇത് നോക്കി അറിയാം. X എന്ന് പറഞ്ഞാണ് നമ്മുടെ ഡേറ്റ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഇതേ കണക്ക് 0s 1 1 1 0 0 0 0 എന്ന് പറയുന്ന ഒരു സംഭവമാണ് നമ്മളുടെ ഇൻപുട്ട് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത്. ആ ഇൻപുട്ട് നമ്മൾ കൊടുത്തതിന് ശേഷം അതിനെ നമ്മൾ പോളാർ വേവ് ഫോം നോൺ റിട്ടേൺ ടു 0 എൻകോഡർ വെച്ച് ബൈനറി ഡേറ്റ ആക്കി അതിനെ നമ്മൾ BPSK ജനറേറ്റ് ചെയ്തു. അപ്പൊ ഇത് റൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അതാണ്ടേ ഇത് നമ്മൾ റൺ ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കണ്ടോ, നമുക്ക് നമ്മളെ ഡേറ്റ, നമുക്ക് ഇങ്ങനെ ഇരുന്ന ഡേറ്റ നമ്മൾ X എടുത്ത് നോക്കിയാൽ കാണാം. ഇതേ കണക്കിരുന്ന ഡേറ്റയാണ് 0 1 0 1 1 എന്നുള്ള ഡേറ്റയാണ്. ആ ഡേറ്റയെ നമ്മൾ പോളാർ വേവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തത്. 0 1 0 1 1 1 0 1 1 അങ്ങനെയുള്ള ഡേറ്റയിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്തു. ഇതാണ് നമ്മുടെ കരിയർ, cos 2π FCT ആണ് ഇത്. അപ്പൊ നമ്മൾ ഇതനുസരിച്ച്, അതായത് ഇതിന്റെ ഈ ഡേറ്റയിൽ എവിടെയൊക്കെയാണ് വേരിയേഷൻ വരുന്നത് അതനുസരിച്ച് നമ്മളുടെ BPSKയിൽ ഫേസ് ഷിഫ്റ്റ് വരുന്നതാണ് ഈ കാണാൻ പറ്റുന്നത്. കണ്ടോ, ഇവിടെ നമുക്ക് എന്താണ് ഒരു മുകളിലോട്ട് പോയപ്പോൾ, അതായത് നമ്മൾ ഇവിടെ ഒരു ഫേസ് ഷിഫ്റ്റ് 1-ലോട്ട് പോകുന്ന സ്ഥലത്ത് ഇവിടെ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നുണ്ട്. അത് കണക്ക് പിന്നെ അടുത്തോട്ട് വന്നത് ഇവിടെ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നുണ്ട്. അടുത്തിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ ഒരു 180 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ് വരുന്നുണ്ട്. അപ്പൊ ഇതാണ് ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ് എന്ന് പറയുന്നത്. ഓക്കെ, ഒരു പോളാർ, ആദ്യമേ നമ്മൾ ബൈനറി ഡേറ്റ, ഇങ്ങനത്തെ ഡേറ്റയാണ്, ഇതാണ് നമ്മുടെ ബൈനറി ഡേറ്റ. അതിന് നമ്മളൊരു പോളാർ വേവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു, കരിയറുമായിട്ട് മോഡുലേറ്റ് ചെയ്തു. മോഡുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ആയിരിക്കും ആ സിഗ്നൽ കിട്ടുന്നത്. ഓക്കെ, ഇനി അതിന്റെ കോൺസ്റ്റലേഷൻ ഡയഗ്രാം നോക്കിയേ. കണ്ടോ, ഇതാണ് ഇതിന്റെ കോൺസ്റ്റലേഷൻ ഡയഗ്രാം. രണ്ട് കുത്ത് കണ്ടോ, ഇതാണ് -√TB, ഇതാണ് +√TB. ഇങ്ങനെ രണ്ട് കുത്തായിരിക്കും ഇതിന്റെ കോൺസ്റ്റലേഷൻ ഡയഗ്രാം. അപ്പൊ എല്ലാ സിമ്പിൾസും ഈ രണ്ട് കുത്തിലാണ് അടങ്ങിയിരിക്കുന്നത്. അതാണ് ഇതിന്റെ കോൺസ്റ്റലേഷൻ ഡയഗ്രാം കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമുക്കിപ്പോൾ നോയ്സ് കൂടുകയാണ്, അതായത് നമ്മുടെ സിസ്റ്റത്തിൽ നോയ്സ് കൂടുകയാണെങ്കിൽ ഈ കോൺസ്റ്റലേഷൻ ഡയഗ്രാം കണ്ടോ ഇങ്ങനെ വലുതായിക്കൊണ്ടിരിക്കും. അപ്പൊ ഈ കോൺസ്റ്റലേഷൻ ഡയഗ്രാം ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഭയങ്കര നോയ്സ് ആണെങ്കിൽ ഈ കോൺസ്റ്റലേഷൻ ഡയഗ്രാം ഇങ്ങനെ ഇരിക്കും. അപ്പൊ ഈ കോൺസ്റ്റലേഷൻ ഡയഗ്രാം വെച്ച് ഇപ്പൊ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന സിഗ്നൽ റിസീവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ കോൺസ്റ്റലേഷൻ ഡയഗ്രാം വരയ്ക്കാം. ഈ കോൺസ്റ്റലേഷൻ ഡയഗ്രാമിൽ എന്താണ് മനസ്സിലാവുന്നത്? നമുക്ക് റിസീവ് ചെയ്യുന്ന സിഗ്നലിനകത്ത് നോയ്സ് ഒന്നുമില്ല, കറക്റ്റ് സിഗ്നൽ ആണെങ്കിൽ നമ്മളുടെ കോൺസ്റ്റലേഷൻ ഡയഗ്രാം ഇങ്ങനെ ഇരിക്കും. പക്ഷെ നോയ്സ് എന്തെങ്കിലും ഉണ്ട്, നോയ്സ് കൂടി വരുവാണെങ്കിൽ നമ്മുടെ കോൺസ്റ്റലേഷൻ ഡയഗ്രാം കണ്ടോ ഇതേ കണക്ക് വലുതായി കൊണ്ടിരിക്കും.
കണ്ടോ? ഇപ്പൊ നമുക്ക് എവിടെ പോയിന്റ്, ഏത് പോയിന്റിലാണ് ആ ഇതാണ് നമ്മുടെ ഒറിജിനൽ പോയിന്റ്. പക്ഷെ അതുപോലെ കൂടാതെ ഒരുപാട് സിമ്പിൾസ് ഇങ്ങനെ പല പോയിന്റിലും വരുന്നുണ്ട്. അത് നോയ്സ് കൂടുന്നുണ്ട്. നോയ്സിന്റെ എഫക്റ്റ് കാരണമായിരിക്കും. നമ്മൾ സിഗ്നൽ ഒരു ചാനലിൽ കൂടെ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ നോയ്സ് ഉണ്ട്. ആ നോയ്സിന്റെ എഫക്റ്റ് കാരണമായിരിക്കും നമുക്ക് ഈ ഒരു സംഭവം വരുന്നത്. ഓക്കെ, ഇതാണ് കോൺസ്റ്റലേഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ BPSK മെയിൻ ആയിട്ടുള്ളത്. ഇതാണ് BPSK. ഇത്രയുള്ള BPSK പഠിക്കാൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നമുക്കുള്ളത് QPSK ആണ്. ഈ BPSKയുടെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് വേർഷൻ ആണ് QPSK എന്ന് പറയുന്നത്. ഓക്കെ, QPSK നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാം. വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത്ര ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിയാൻ വേണ്ടി മാത്രം പറഞ്ഞതാണ്. ഈ നോട്ടിലുള്ള കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ബാക്കിയെല്ലാം നിങ്ങൾ ജസ്റ്റ് കേട്ടിരിക്കുക, അതെന്താന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയാണ്. ഈ BPSKയിൽ എന്താണ്, ഒരു സിമ്പലിൽ എന്താണ്, ഒരു ബിറ്റ് മാത്രമേ ഉള്ളൂ. ഒരു സമയം ഒരു ബിറ്റ് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ, അല്ലെ? TB എന്ന് പറയുന്ന ഒരു സമയത്തിൽ ഒരു ബിറ്റ് മാത്രമേ ട്രാൻസ്മിറ്റ് ചെയ്യുന്നുള്ളൂ. പക്ഷെ QPSKയിൽ അങ്ങനല്ല, 2 ബിറ്റിനെ ഗ്രൂപ്പ് ചെയ്തിട്ടാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അതായത് ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ 2 ബിറ്റ് ആണ്. അപ്പൊ അതിന്റെ ബിറ്റ് റേറ്റ് കൂടുതലാണ്. ബിറ്റ് റേറ്റ് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അതേ കണക്കിന് ഫ്രീക്വൻസിയും ബാൻഡ്വിഡ്ത്തും ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഒരു സമയം ഒരു ബിറ്റിന് പകരം 2 ബിറ്റാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, അതിന്റെ ബിറ്റ് റേറ്റ് കൂടി സിഗ്നലിംഗ് റേറ്റ് കുറയ്ക്കാനും ബിറ്റ് റേറ്റ് കൂടാനും പറ്റും. അപ്പൊ എന്താണ്, ഒരു സമയം നമ്മൾ ഒരു ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന 2 ബിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. അപ്പൊ അത്രയും കുറച്ച് ബാൻഡ് വിഡ്ത്ത് മതി. അതാണ് QPSKയുടെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 2 ബാൻഡ് വിഡ്ത്ത്, 2 സിഗ്നൽ നമ്മൾ സക്സസീവ് ആയിട്ട് സെൻഡ് ചെയ്യാം. അപ്പൊ അതിന് രണ്ടെണ്ണമാണ് ഒരു സമയം സെൻഡ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് സീറോസും വൺസും മാത്രം പറ്റത്തില്ല, അല്ലെ? അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് 00, 01, 10, 11 ഡിബിറ്റ് എന്ന് പറയും. അതായത് ഒരു സമയം 2 ബിറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്യാം. അപ്പൊ 4 കോമ്പിനേഷൻ ഉണ്ട്. 00, 01, 10, 11. ഈ 4 കോമ്പിനേഷനിലാണ് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 00 ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഫേസ് എന്ന് പറയുന്നത് π/4 ആയിരിക്കും. അതേ കണക്ക് തന്നെ അടുത്ത 0 നമുക്ക് ഡിസൈഡ് ചെയ്യാം കേട്ടോ, ഏത് ഓർഡറിൽ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അപ്പൊ അടുത്ത 10 ആണ് വരുന്നതെങ്കിൽ അതിന്റെ ഫേസ് 3π/4 ആയിരിക്കും. 01 ആണെങ്കിൽ ഫേസ് 3π/4 ആയിരിക്കും. അങ്ങനെ, അല്ലെങ്കിൽ 5π/4 ആയിരിക്കും. 11 ആണെങ്കിൽ 7π/4 ആയിരിക്കും. അങ്ങനെ ആയിരിക്കും അതിന്റെ ഫേസ് ചേഞ്ച് വരുന്നത്. ഓക്കെ, അതാണ് QPSK എന്ന് പറയുന്നത്. അതിന്റെ ജനറൽ ഇക്വേഷൻ ആണ് SIFT = √2E/t cos 2πfct + 2i-1 × π/4. I എന്ന് പറഞ്ഞാൽ 1, 2, 3, 4 ആണ്. ഇപ്പൊ ഒരു സമയം 2 ബിറ്റിനെയാണ് പ്രോസസ് ചെയ്യുന്നത്. ഒരു സിമ്പിൾ എന്ന് പറയുന്നത് 2 ബിറ്റാണ്. BPSK ഒരു സിമ്പിൾ 1 ബിറ്റ് ആയിരുന്നു. ഇവിടെ ഒരു സമയം ഒരു സിമ്പിൾ എന്ന് പറഞ്ഞാൽ 2 ബിറ്റാണ്. ഇതാണ് അതിന്റെ ജനറൽ ഇക്വേഷൻ. അപ്പം ഓരോ സിമ്പിൾ മാറുന്നതിനനുസരിച്ച് ഈ 1, 2, 3, 4ന്റെ വാല്യൂ മാറുന്നതിനനുസരിച്ച് നമ്മളുടെ ഈ ഒരു സിമ്പിൾ ഇക്വേഷനും മാറും. അതിലേക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ആ ഒരു ഡയഗ്രാമിനകത്ത്, ആ ഒരു വീഡിയോയ്ക്കകത്ത് ഉണ്ട്, അതൊന്ന് കാണാം. ഓക്കെ, അപ്പൊ ഇതാണ് അതിന്റെ സിഗ്നൽ സ്പേസ് ഡയഗ്രാം എന്ന് പറയുന്നത്. ഇതിന്റെ സിഗ്നൽ സ്പേസ് ഡയഗ്രാമിൽ 4 പോയിന്റ് ആയിരിക്കും വരുന്നത്. 4 പോയിന്റിലായിരിക്കും മെയിൻ ആയിട്ടും ക്ലബ് ചെയ്ത് വെച്ചേക്കുന്നത്. ഓക്കെ, ആ സിഗ്നൽ സ്പേസ് ഡയഗ്രാം QPSKയുടെ അത് മാറ്റ്ലാബിൽ ഒന്ന് കാണിക്കുവാണെങ്കിലും ജസ്റ്റ് വർക്ക് ആവും നോക്കട്ടെ, എന്നിട്ട് നോക്കാം. ഇവിടെ നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കുക. ഇതാണ് QPSK നമ്മളൊന്ന് റൺ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല, ഫസ്റ്റ് ഫിഗർ എടുത്താൽ. ഓക്കെ, ഇതാണ് QPSK എന്ന് പറയുന്നത്. കണ്ടോ? ഇത് QPSKയുടെ അതിനു മുമ്പ് ഞാൻ വേറൊരു കാര്യം മുമ്പ് പറഞ്ഞു തന്നാലേ ഇത് മനസ്സിലാവത്തുള്ളൂ. QPSKക്ക് നമുക്ക് വേറൊരു ഇത് നമ്മൾ ആ വീഡിയോക്കകത്തില്ല. QPSK ട്രാൻസ്മിറ്റർ റിസീവർ. ഇതാണ് QPSKയുടെ ട്രാൻസ്മിറ്ററിന്റെ ബ്ലോക്ക് ഡയഗ്രാം. ഓക്കെ, അത് ഫസ്റ്റ് നമ്മളൊരു ബൈനറി ഡേറ്റ കൊടുക്കുവാണ്. നേരത്തെ പറഞ്ഞ കണക്ക് തന്നെ പോളാർ NRZ എൻകോഡർ ഉണ്ട്. ആ എൻകോഡറിൽ കൊടുക്കുവാണ്. ഇവിടെ ഒരു സമയം 2 ബിറ്റിനെ നമുക്ക് പ്രോസസ്സ് ചെയ്യണം. അപ്പൊ 2 ബിറ്റിനെ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടി ഈ വരുന്ന ബൈനറി ഡേറ്റയെ 2 ആയിട്ട് അങ്ങ് സ്പ്ലിറ്റ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് ബിറ്റ് ഓഡ് നമ്പേർഡ് ബിറ്റ്, അല്ലെങ്കിൽ ഫസ്റ്റ് ബിറ്റും 3rd ബിറ്റ് 5th ബിറ്റ് അതെല്ലാം ഇങ്ങോട്ട് പോകും. 2nd ബിറ്റ് 4th ബിറ്റ് 6th ബിറ്റ് ആ ബിറ്റ് എല്ലാം ഇങ്ങോട്ടും പോകും. ഓക്കെ, ഇവിടെ ഒരു കരിയർ വെച്ച് അതിനെ നമ്മൾ എന്ത് ചെയ്യും, മോഡുലേറ്റ് ചെയ്യും. ഇവിടെ വേറൊരു കരിയർ, ഇവിടെ കോസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ സൈൻ ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, എന്താണ് ഇങ്ങനെ എടുക്കുന്നത് എന്നൊക്കെ ഉള്ള കാര്യം. അപ്പൊ ഇവിടെ ഒരു കരിയർ വെച്ച് നമ്മൾ ഇതിനെ മോഡുലേറ്റ് ചെയ്യും. ഇവിടെ ഒരു കരിയർ വെച്ച് ഇതിനെ മോഡുലേറ്റ് ചെയ്യും. ഇതൊരു BPSK ആയിരിക്കും, ഇതും ഒരു BPSK ആയിരിക്കും. ഇതിനെ രണ്ടിനെയും കൂടെ കമ്പൈൻ ചെയ്തിട്ടാണ് ഒരു QPSK ആക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഇവിടെ വരുന്ന ഡേറ്റ ഉണ്ട്. ഡേറ്റയെ പോളാർ വേവ് ഫോമിലോട്ട് ആക്കും.
ഒരു സമയം 2 ബിറ്റിനെ പ്രോസസ് 2 ബിറ്റാണ് ഒരു സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു ഫസ്റ്റ് ബിറ്റ്, തേർഡ് ബിറ്റ്, ഫിഫ്ത്ത് ബിറ്റ്, അതായത് ഓഡ് നമ്പേർഡ് ബിറ്റൊക്കെ ഇങ്ങോട്ട് കൊടുക്കും, ഈവൻ നമ്പേർഡ് ബിറ്റൊക്കെ ഇങ്ങോട്ട് കൊടുക്കും. 2 കരിയർ വെച്ച് നമ്മൾ എന്തായും ഇതിനെ മോഡുലേറ്റ് ചെയ്യും. അതിന് അവസാനം മോഡുലേറ്റ് ചെയ്തതിന് ശേഷം ഇതിനെ രണ്ടിനെയും കൂടെ സം ചെയ്തിട്ടാണ് QPSK സിഗ്നലായിട്ട് വരുന്നത്. റിസീവർ സൈഡിൽ എന്താണ്? റിസീവർ സൈഡിൽ ഈ വരുന്ന സിഗ്നൽസിനെയൊക്കെ നമ്മൾ റിസീവ് ചെയ്തതിന് ശേഷം പിന്നെയും രണ്ടാക്കും. 2 സിഗ്നൽസിനെ പിന്നെയും രണ്ടാക്കി നമ്മൾ ഏത് ട്രാൻസ്മിറ്ററിൽ ഏത് കരിയറാണോ യൂസ് ചെയ്തത് ആ സെയിം കരിയർ തന്നെ ഇവിടെ യൂസ് ചെയ്യും. അതിനുശേഷം ഒരു കോറിലേറ്ററിൽ കൊടുക്കും ഡീമോഡുലേഷൻ നടത്താൻ വേണ്ടി. അതിനുശേഷം നമുക്ക് 2 എണ്ണം കിട്ടും. 2 ഡിസിഷൻ ഡിവൈസ് ഉണ്ട്. ത്രെഷോൾഡ് 0 ആണ്. BPSKയിൽ എന്ത് പ്രോസസ്സാണോ നടക്കുന്നത് അത് തന്നെ ഇവിടെ നടക്കും. X1 ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിനെ 1 ആയിട്ട് എടുക്കും. X1 ലെസ് ദാൻ 0 ആണെങ്കിൽ അതിനെ 0 ആയിട്ട് എടുക്കും. അതിനുശേഷം ഇത് രണ്ടും കൂടെ മൾട്ടിപ്ലക്സ് ചെയ്യാൻ വേണ്ടി, ഒരുമിച്ചാക്കാൻ വേണ്ടി ഒരു മൾട്ടിപ്ലക്സറിലോട്ട് കൊടുക്കും. ഓക്കെ, ഇതാണ് റിസീവർ സൈഡിൽ നടക്കുന്നത്. ഇവിടെ 2 ബിറ്റിനെയാണ് ഒരു സമയം പ്രോസസ്സ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഈ ട്രാൻസ്മിറ്ററിൽ ഏത് കരിയറാണോ യൂസ് ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കും റിസീവറിൽ യൂസ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ ഡീമോഡുലേഷൻ ചെയ്യാൻ വേണ്ടി കോറിലേറ്ററിലോട്ട് കൊടുക്കും. അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കും. ഔട്ട്പുട്ട് ഗ്രേറ്റർ ദാൻ 0 ആണെങ്കിൽ അതിനെ 1 ആയിട്ട് കൺസിഡർ ചെയ്യും. ലെസ് ദാൻ 0 നെഗറ്റീവ് സിമ്പിൾസ് ആണെങ്കിൽ അതിനെ 0 ആയിട്ട് കൺസിഡർ ചെയ്യും. ഇതിനെ എല്ലാത്തിനെയും കൂടെ ഒരുമിച്ചാക്കി നമ്മൾ എന്ത് ചെയ്യും? മൾട്ടിപ്ലക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? പലതായിട്ട് വരുന്നതിനെ ഒന്നാക്കാൻ വേണ്ടിയുള്ളതാണ്. അതായത് ഇപ്പൊ ഇവിടെ നിന്ന് ഒരു 1 വരുന്നു, ഇവിടെ നിന്നൊരു 0 വരുന്നെങ്കിൽ ഇതിന്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 1 0 എന്ന് പറഞ്ഞ ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, അങ്ങനെ ആക്കാൻ വേണ്ടിയാണ് മൾട്ടിപ്ലക്സർ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയാണ് അതിന്റെ റിസീവർ സൈഡ് എന്ന് പറയുന്നത്. അപ്പൊ മാറ്റ്ലാബിൽ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്ക് കാണാം, അതാണ്ടേ ഇതാണ് അതിന്റെ ഫസ്റ്റ് നമ്മൾ ബൈനറി ഡേറ്റ ആയ പോളാർ വേവ് ഫോമിലോട്ട് കൺവേർട്ട് ചെയ്തു. അതിനുശേഷം എന്താണ്? ഫസ്റ്റ് ആദ്യത്തെ ഒരെണ്ണത്തിന് നമ്മൾ BPSK ചെയ്തു. രണ്ടാമത്തിന് BPSK ചെയ്തു. ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് QPSK കിട്ടുന്നത്. ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടെ QPSK കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ആദ്യത്തെ നമ്പേർഡ് ബൈനറി ഡേറ്റ് ഒക്കെ എടുത്തു, ഓഡ് നമ്പേർഡ് എടുത്തു. ഇതിന് രണ്ടിനെ നമ്മൾ BPSK ചെയ്തു, സെപ്പറേറ്റ് ആയിട്ട് മോഡുലേറ്റ് ചെയ്തു. അവസാനം അതിനെ കമ്പൈൻ ചെയ്യുമ്പോഴാണ് നമുക്ക് QPSK കിട്ടുന്നത്. കണ്ടോ, ഇവിടെ ഒരു ഫേസ് ചേഞ്ച്, ഇവിടെ ഒരു സിഗ്നൽ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ ഇവിടെ ഒരു ഫേസ് ചേഞ്ച് സംഭവിക്കും. ഓക്കെ, അതാണ് നമ്മുടെ BPSK എന്ന് പറയുന്നത്. ഇത് രണ്ടിനെയും ഒരു കമ്പൈൻ ചെയ്തിട്ടാണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇതാണ് നമ്മൾ QPSK എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ കോൺസ്റ്റലേഷൻ ഡയഗ്രാം നോക്കുവാണെങ്കിൽ ഇങ്ങനെയാണ് ഇതിന്റെ കോൺസ്റ്റലേഷൻ ഡയഗ്രാം, ജനറൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാം. ഇവിടെ ഒരു കുത്ത്, ഇവിടെ ഒരു കുത്ത്, ഇവിടെ ഒരു കുത്ത്, ഇവിടെ ഒരു കുത്ത്, ഇങ്ങനെ 4 പോയിന്റിലാണ് ഇതിന്റെ കോൺസ്റ്റലേഷൻ ഡയഗ്രാമിനകത്ത് ഈ ഡോട്ട് വരുന്നത്. ഈ കോൺസ്റ്റലേഷൻ ഡയഗ്രാം വരയ്ക്കുന്നതൊക്കെ ഞാൻ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടാൽ മതി കേട്ടോ. ഈ 4 പോയിന്റിലാണ് കോൺസ്റ്റലേഷൻ ഡയഗ്രാം വരുന്നത്. അതേ കണക്ക് തന്നെ എന്താണ്, നമ്മുടെ നോയ്സ് കൂടുന്ന അനുസരിച്ച് ഈ കോൺസ്റ്റലേഷൻ ഡയഗ്രാം കണ്ടോ, ഈ കറക്റ്റ് ആയിട്ട് 4 പോയിന്റിലായിരുന്നു. ഈ നോയ്സ് ഇച്ചിരി കൂടി കഴിയുമ്പോൾ അതൊന്ന് സ്പ്ലിറ്റ് ആവും. പിന്നെ ഇങ്ങനെ ക്ലബ് ചെയ്ത് അങ്ങ് ഒരുമാതിരി എല്ലാം കൂടെ ഇങ്ങനെ ഒരുമിച്ചായി പോകും. അപ്പൊ നോയ്സ് കൂടുന്ന അനുസരിച്ച് ഈ കോൺസ്റ്റലേഷൻ ഡയഗ്രാം ഇങ്ങനെ സ്കാറ്റേർഡ് ആയി പോകും. അപ്പൊ നമുക്കൊരു റിസീവർ സൈഡിൽ നമ്മൾ സാധനം എടുത്തിട്ട് ഈ കോൺസ്റ്റലേഷൻ ഡയഗ്രാം ഒന്ന് വരച്ച് നോക്കിയാൽ, അല്ലെങ്കിൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാം ഒന്ന് പ്ലോട്ട് ചെയ്ത് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും നമ്മളെ സിഗ്നൽ, നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പോകുന്ന സിഗ്നലിൽ എന്തൊക്കെ നോയ്സ് ആണ് ഉള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതാണ് ഈ കോൺസ്റ്റലേഷൻ ഡയഗ്രാമിന്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ കണ്ടോ, ഒരു നോയ്സും ഇല്ല, പെർഫെക്റ്റ് സിഗ്നൽ ആയിരുന്നെങ്കിൽ ഇങ്ങനെ 4 പോയിന്റിലായിരിക്കും. നോയ്സ് കൂടുന്ന അനുസരിച്ച് എന്ത് സംഭവിക്കും? കുറച്ച് നോയ്സ് ആകുമ്പോൾ ഇങ്ങനെ ഒരു ക്ലസ്റ്റർ, ഇവിടെ 4 പോയിന്റ് ഉണ്ട്, പക്ഷെ അത് അത്ര ക്ലിയർ അല്ല, ഇല്ലേ? ഒരു കണ്ടോ, ഇവിടെ 4 പോയിന്റ് ഉണ്ട്, 4 ക്ലസ്റ്റർ ഉണ്ട്, പക്ഷെ അത്ര ക്ലിയർ അല്ല. പിന്നെ ഇത് കൂടുന്ന അനുസരിച്ച്, നമ്മൾ നോയ്സ് കൂടുന്ന അനുസരിച്ച് ആ ക്ലസ്റ്റർ വലുതായി അവസാനം ആ ക്ലസ്റ്റർ ഒന്നും കാണാതാവും. ഓക്കെ, ഇതാണ് കോൺസ്റ്റലേഷൻ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് BPSKയിലും QPSKയിലും മൊഡ്യൂൾ 3 പഠിക്കാനുള്ളത്. സോ മൊഡ്യൂൾ 3 നമുക്ക് BPSK ഉണ്ട്, സിഗ്നൽ സ്പേസ് റെപ്രസെന്റേഷൻ ഉണ്ട്, അതിന്റെ ട്രാൻസ്മിറ്ററിന്റെ റിസീവറിന്റെ ഉണ്ട്, അതേ കണക്ക് തന്നെ QPSK ഉണ്ട്. ഇനി ഒരു ക്വാഡ്രേച്ചർ ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ഉണ്ട്. അത് കുറച്ച് സിമ്പിൾ ആണ്. അത് നമുക്ക് എക്സാം കഴിഞ്ഞിട്ട് നിങ്ങൾ വന്നതിന് ശേഷം പഠിക്കാം. അത് ചെറിയ ടോപ്പിക്കാണ്, അത്ര ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കല്ല. അപ്പൊ ഈ മൊഡ്യൂളിൽ നിന്ന് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ എക്സാമിന് പഠിക്കേണ്ടത്. പഠിക്കൂ. BPSKയുടെയും QPSKയുടെയും ബ്ലോക്ക് ഡയഗ്രാമും സിഗ്നൽ കോൺസ്റ്റലേഷൻ ഡയഗ്രാമും ആണ് മൊഡ്യൂൾ 3 നിന്ന് സീരീസിന് പഠിക്കേണ്ടത്. ഓക്കെ, ഇതാണ് നിങ്ങളുടെ ഒരു സിലബസ് എന്ന് പറയുന്നത്. പിന്നെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് പറയുകയാണ്, മൊഡ്യൂളിൽ എന്തൊക്കെയാണ് പഠിക്കേണ്ടതെന്നുള്ള കാര്യം നോട്ട് ചെയ്തെടുത്തോ കേട്ടോ. പിന്നെ ഞാൻ ഗ്രൂപ്പിലൊന്നും ഇടത്തില്ല. ഇത്രയാണ് സെലക്ടഡ് ടോപ്പിക് എന്ന് പറയുന്നത്. ഇപ്പൊ മൊഡ്യൂൾ 1, ഇതാണ് മൊഡ്യൂൾ 1, എലമെന്റ്സ് ഓഫ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതാണ് പഠിക്കേണ്ടത്. എലമെന്റ്സ് ഓഫ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റവും സാമ്പിളിംഗ് തിയറവും സാമ്പിളിംഗ് ആൻഡ് റീകൺസ്ട്രക്ഷൻ, ഇത്രയും മാത്രം പഠിച്ചാൽ മതി.
മൊഡ്യൂൾ 1 എലമെന്റ്സ് ഓഫ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. മൊഡ്യൂൾ 1 എലമെന്റ്സ് ഓഫ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. അതായത് ഇതാണ്ടേ ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുക, അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളതും പഠിക്കുക. ഈ ഒരു ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുക, എന്തൊക്കെയാണ് അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളത് അതും പഠിക്കുക. ഓക്കെ, ഇതാണ് ഡിജിറ്റൽ എലമെന്റ്സ് ഓഫ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് വായിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ സ്വന്തം വേർഡ്സ് എഴുതിയാൽ മതി. എലമെന്റ്സ് ഓഫ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. ഓക്കെ, അത് പഠിക്കാം. ഈ സാധനങ്ങളൊന്നും പഠിക്കണ്ട, തൽക്കാലത്തേക്ക് പഠിക്കണ്ട. പക്ഷെ ഈ ഒപ്റ്റിക്കൽ ഫൈബർ ഉണ്ടല്ലോ, ഇതല്ല, ഈ ഒപ്റ്റിക്കൽ ഫൈബറും കൂടെ പഠിച്ചു വെക്കാം. ഇപ്പൊ എലമെന്റ്സ് ഓഫ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം പഠിക്കുക. ഈ ഒപ്റ്റിക്കൽ ഫൈബർ, ഇതിന്റെ ഇത്രയും ഒപ്റ്റിക്കൽ ഫൈബർ കമ്മ്യൂണിക്കേഷൻ ഇത്രയും പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ഇതൊന്നും ഇപ്പൊ നോക്കണ്ട, മെയിൻ എക്സാമിന് പഠിക്കണം കേട്ടോ. പിന്നെ സാമ്പിളിംഗ് തിയറവും നൈക്വസ്റ്റ് റേറ്റും നൈക്വസ്റ്റ് ഇന്റർവലും ഏലിയാസിംഗ് റീകൺസ്ട്രക്ഷൻ ഓഫ് സാമ്പിൾ സിഗ്നൽ, ഇത്രയും കാര്യങ്ങൾ നോക്കുക. ഓക്കെ, അതിന് ബേസ് ചെയ്ത് 2 പ്രോബ്ലം നമ്മൾ ചെയ്തിട്ടുണ്ട്. വളരെ ഈസി പ്രോബ്ലം ആണ്, ആ പ്രോബ്ലം കൂടെ നോക്കാം. ഓക്കെ, അപ്പോൾ എലമെന്റ്സ് ഓഫ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ, സാമ്പിളിംഗ് തിയറവും സാമ്പിളിങ്ങും റീകൺസ്ട്രക്ഷനും പ്രോബ്ലവും. ഓക്കെ, ആ ഏലിയാസിങ്ങും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മൊഡ്യൂൾ 1 പഠിക്കാനുള്ളത്. ക്ലാസിഫിക്കേഷൻ ഒന്നും പഠിക്കണ്ട, ഇടയ്ക്കുള്ള ക്ലാസിഫിക്കേഷൻ ഒന്നും പഠിക്കണ്ട. ഓക്കെ, ഇനി മൊഡ്യൂൾ 2 ആണ്. മൊഡ്യൂൾ 2 വരുന്നത് പൾസ് കോഡ് മോഡുലേഷൻ ഉണ്ട്, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കണം. പൾസ് കോഡ് മോഡുലേഷൻ ഉണ്ട്, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം ഇതാണ് പൾസ് കോഡ് എലമെന്റ്സ് ഓഫ് PCM ബ്ലോക്ക് ഡയഗ്രാം. ഈ കാര്യം പഠിക്കുക. ഓക്കെ, ഇതിന്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ള ഡെൽറ്റ മോഡുലേഷൻ ആണ്. ഡെൽറ്റ മോഡുലേഷൻ പഠിക്കുക, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുക. ഡെൽറ്റ മോഡുലേഷനും അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, അതിന്റെ ചെറിയൊരു ബ്ലോക്ക് ഡയഗ്രാം ഉണ്ട്. ഇത് ഡെൽറ്റ മോഡുലേഷൻ പഠിക്കുക. ഇനി ഡെൽറ്റ മോഡുലേഷന് കുറച്ച് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഗ്രാനുലാർ നോയ്സും സ്ലോപ്പ് ഓവർലോഡും അത് പഠിക്കുക. അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷന് പഠിക്കുക. മൊഡ്യൂൾ 2 പൾസ് കോഡ് മോഡുലേഷൻ, അതിന്റെ ബ്ലോക്ക് ഡയഗ്രാം, ഡിഫറൻഷ്യൽ PCM ഒന്നും പഠിക്കണ്ട. പിന്നെ ഡെൽറ്റ മോഡുലേഷനും അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡെൽറ്റ മോഡുലേഷൻ, ഇത്രയും പഠിക്കുക. പൾസ് കോഡ് മോഡുലേഷന്റെ ബ്ലോക്ക് ഡയഗ്രാം പഠിക്കുക, ഡെൽറ്റ മോഡുലേഷൻ പഠിക്കുക, അഡാപ്റ്റീവ് ഡെൽറ്റ മോഡുലേഷൻ പഠിക്കുക, ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡെൽറ്റ മോഡുലേഷൻ പഠിക്കുക. ഓക്കെ, മൊഡ്യൂൾ 3 BPSKയും QPSKയുടെയും ബ്ലോക്ക് ഡയഗ്രാമും കോൺസ്റ്റലേഷൻ ഡയഗ്രാമും മാത്രം പഠിച്ചാൽ മതി. മൊഡ്യൂൾ 5 TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് ഉണ്ടല്ലോ, 5 ലെയേഴ്സ് ഉള്ള കാര്യങ്ങൾ, അതൊക്കെ ഞാൻ നോട്ടിൽ പറഞ്ഞിട്ടുണ്ട്, ക്ലാസ്സിൽ പഠിപ്പിച്ച. TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട് പഠിക്കുക. OSI മോഡൽ പഠിക്കണ്ട, TCP/IP മാത്രം പഠിച്ചാൽ മതി. വയർലെസ് അഡ്ഹോക്ക് നെറ്റ്വർക്കും പഠിക്കുക, വയർലെസ് സെൻസർ നെറ്റ്വർക്കും പഠിക്കുക. വയർലെസ് അഡ്ഹോക്ക് നെറ്റ്വർക്കും വയർലെസ് സെൻസർ നെറ്റ്വർക്കും TCP/IP പ്രോട്ടോകോൾ സ്യൂട്ട്, ഇത്രയും കാര്യങ്ങളായിരിക്കും നിങ്ങളുടെ സീരീസിനുള്ളത്. 50 മാർക്സിനാണ്. 2 സീരീസ് ഒരുമിച്ചായിരിക്കും, ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരിക്കും. 50 മാർക്സ് ആണ്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ആരും ഒന്നും പറയത്തില്ല, അതാണ് ഞാൻ ക്ലാസ് എടുക്കാത്തത്. ഇവിടെ ക്ലാസ് എടുക്കുമ്പോൾ ആർക്കും ഒരു റെസ്പോൺസും ഇല്ല. കേൾക്കുന്നുണ്ടോന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. ഓക്കെ, എന്തായാലും ഇനി നമുക്ക് ഒരു മൊഡ്യൂളും ഉണ്ട്, 4th മൊഡ്യൂള്. അതെന്ന് വെച്ചാൽ ഒരു ഇച്ചിരി പ്രോബ്ലംസ് ഒക്കെ ഉള്ള മൊഡ്യൂളാണ്, ഇച്ചിരി ന്യൂമറിക്കൽസ് ഒക്കെ ഉള്ള മൊഡ്യൂളാണ്. അത് ഞാൻ എങ്ങനെയെങ്കിലും നിങ്ങൾ വന്നിട്ട് പഠിപ്പിക്കുകയാണെങ്കിൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്യില്ലെങ്കിൽ എനിക്ക് അറിയില്ല, ചെയ്ത് നോക്കണം, എൻ്റെ കൂടെ തന്നെ ചെയ്ത് നോക്കേണ്ടതാണ്. ഇപ്പം അത് വരാൻ നിങ്ങൾ താമസിക്കും എന്നുണ്ടെങ്കിൽ ഞാനത് വീഡിയോ ആക്കി ഇടാം, അല്ലെങ്കിൽ ക്ലാസ് ആയിട്ട് എടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഇത്രയാണ് നമുക്ക് സീരീസിനുള്ളത്. അല്ലെങ്കിൽ വന്ന ഉടനെ നമുക്ക് ജസ്റ്റ് ഒരു 2 മണിക്കൂറത്തെ ക്ലാസ് മതി, തീരും. ചെറിയ മൊഡ്യൂളാണ്, കുറച്ച് കാര്യം മാത്രമേ ഉള്ളൂ ആ മൊഡ്യൂളിൽ. ഓക്കെ, ആരെങ്കിലും ആണ് എന്നെ വിളിക്കുന്നത്? ഓക്കെ, ഞാൻ അപ്പൊ ഒന്നും കൂടെ ചോദിക്കാം. അശ്വിൻ ഉണ്ടോ? അശ്വിൻ. നഷാദ് ഉണ്ടോ? നഷാദ് ഇല്ല. നവനീത് ഉണ്ടോ? പവിത്ര. ഓക്കെ, പവിത്ര ഉണ്ടോ? ഉണ്ട്. ഐഷ.
അഭയ്, ഉണ്ട് മിസ്. ഷലീൽ, റോഷൻ, അമീൻ, സാറ. ഓക്കെ, ഇപ്പൊ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കേട്ടോ. നിങ്ങളൊന്നും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഒന്നും പറയുന്നില്ല. അപ്പം ഏതൊക്കെ മൊഡ്യൂൾസ് ആണ് ഉള്ളതെന്ന് കറക്റ്റ് ആയിട്ട് പറഞ്ഞല്ലോ, അറിയാമല്ലോ. ആ ടോപ്പിക്സ് ഒക്കെ പഠിക്കാം. വരുന്ന ഉടനെ സീരീസ് ആയിരിക്കും. അടുത്ത ട്യൂസ്ഡേ നമുക്ക് ഞാൻ ക്ലാസ് എടുക്കാം. 4th മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കട്ടെ. കുറച്ച് അല്ലാതെ ടോപ്പിക്സ് ഒക്കെ പഠിപ്പിക്കാം. ഓക്കെ, അപ്പം താങ്ക് യു. ഹരിലക്ഷ്മി നേരത്തെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിച്ചത് കൊണ്ടാണ് ഞാൻ ടിക്കിട്ടത്, അറ്റൻഡൻസ് മാർക്ക് ചെയ്തത്. ഓക്കെ, ശരി. ഓ, കേട്ടില്ല. ഓ ഓ, താങ്ക്സ്. ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി, താങ്ക് യു.